രുദ്രൻ. കുറച്ചു നേരമായി ആമിയെ അവന്മാർ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആമി തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ ആദിയുടെ കൂടെ തന്നെ പോയി നിന്നു. കുറച്ചു നേരം അവന്മാർ അവിടെ നിന്ന് മാറി നിൽക്കുകയും കൂടെ ചെയ്തപ്പോൾ പോയി എന്നാ വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ അവന്മാർ ആമിയുടെ അടുത്താണ്. അവൾ അത് കണ്ടിട്ടുമില്ല. ഒരുത്തൻ ആമിയുടെ സാരിക്കിടകളിലേക്ക് കൈ കൊണ്ട് പോകുന്നത് കണ്ടതും എൻ്റെ കൺട്രോൾ തെറ്റി ഞാൻ അവന് നേരെ പാഞ്ഞു ചെന്ന് ആ കൈ പിടിച്ച് തിരിച്ചു. അവൻ്റെ അലറൽ കേട്ടാണ് ആമിയും നന്ദുവുമൊക്കെ അവരെ അപ്പോൾ കാണുന്നത്. അവൻ്റെ നെഞ്ചും കൂടി നോക്കി ഒരു ചവിട്ടങ്ങോട്ട് കൊടുത്തു. അവൻ തെറിച്ചുപോയി. കള്ള നായെ, നിന്റെ കഴപ്പൊക്കെ തീർക്കാനാണോടാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ? അതും പറഞ്ഞ് അവന് വേണ്ടതും ആവശ്യത്തിന് കൊടുത്തു. സുഹൃത്തിനെ തല്ലുന്നത് സഹിക്കാതെ അവൻ്റെ കൂട്ടാളികൾ കൂടെ വന്നു. എൻ്റെ കലിപ്പ് തീരുന്നത് വരെ എല്ലാത്തിനെയും എടുത്തിട്ടലക്കി. അപ്പോഴേക്കും ഷോപ്പിൻ്റെ മാനേജർ പോലീസിനെ അറിയിച്ചു. അവർ വന്ന് അവന്മാരെ കൊണ്ടുപോയി. ഷർട്ടൊന്ന് കുടഞ്ഞ് നേരെയാക്കി ആമിയുടെ അടുത്ത് ചെന്നതും പെണ്ണ് പന്തം കണ്ട പെരുച്ചാഴിയെ പോലെ നോക്കി നിൽക്കുക. നന്ദുവും അച്ചുവും പിന്നെ ഇതൊക്കെ കുറെ കണ്ടതുകൊണ്ട് അവർ കൂളായി ഡ്രസ്സ് നോക്കാണ്. ഡ്രസ്സ് എടുത്തോ? ഞാൻ ചോദിച്ചതിന് ഒരു മറുപടിയും തരാതെ പെണ്ണ് എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. കഴിഞ്ഞോ? ഈ പെണ്ണ് ഇതൊരാട്ടവും ഇല്ലാതെ നിൽക്കുക. ആമിയുടെ അരയിലൂടെ കൈവച്ച ഡ്രസ്സുകൾക്ക് നേരെ തിരിച്ചു നിർത്തിയതോ പെണ്ണ് ഞെട്ടിക്കൊണ്ട് എന്നെ നോക്കി. കണ്ണ് കൊണ്ട് ഡ്രസ്സിലേക്ക് നോക്കാൻ കാണിച്ചതും പെണ്ണ് വേഗം തല താഴ്ത്തി. പിന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ബാക്കി ഐറ്റംസ് വാങ്ങാൻ ഷോപ്പ് മാറി മാറി കയറി. ഒടുക്കം സഹികെട്ട് ഒച്ചയെടുത്തപ്പോൾ കിട്ടിയതും എടുത്തോണ്ട് കാറിൽ കയറി. രുദ്രേട്ടാ, ഫൈറ്റ് സൂപ്പറായിരുന്നു കേട്ടോ. ആ മൊട്ടയ്ക്ക് ഒന്നും കൂടെ കൊടുക്കാമായിരുന്നു. അപ്പു വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞതും ആദി, നിനക്കിട്ട് കിട്ടണ്ടെങ്കിൽ മിണ്ടാതിരുന്നോ? അതിന് ഞാനെന്താ പറഞ്ഞേ? അവനൊരു എല്ല് കൂടുതലുണ്ട്. പോട്ടെ, അടുത്ത പ്രാവശ്യം കൊടുക്കണം. അപ്പുവിൻ്റെ ഡയലോഗ് കേട്ടതും ഞാൻ അവനെ ഒന്ന് ഇരുത്തി നോക്കി. അപ്പോൾ അവനൊന്ന് ഇളിച്ചോണ്ട് നിഷ്കുഭാവത്തിലിരുന്നു. പോകുമ്പോൾ തലാൻ പൂരത്തിന് വെച്ച ചെണ്ട ഒന്നും അല്ല. അവന്മാർ കിട്ടിയതും കൊണ്ട് നന്നായാ മതിയായിരുന്നു, ആദി പറഞ്ഞു. പിന്നെ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ആമി മുഴുവൻ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. വീടെത്തിയതും ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിയിട്ടും കാറിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുക. നന്ദു വിളിക്കാൻ നിന്നതും അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയി ഡോറ് തുറന്നതും പെണ്ണ് പെട്ടെന്ന് ഞെട്ടി. ഇതുവരെ കാണാത്ത പോലെ. പിന്നെ അവൾ എന്നെ നോക്കിയിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ച് കുലുക്കി വിളിച്ചതും പെട്ടെന്ന് 4 പുറം നോക്കി. എന്നിട്ട് എന്നെ തട്ടി മാറ്റി ഇറങ്ങി. അവളുടെ കൈയും പിടിച്ച് നേരെ റൂമിലോട്ട് വിട്ടു. റൂമിലെത്തിയതും വേഗം ഡോർ അടച്ചു. ആമിയുടെ മുന്നിൽ കയറി കൈയും കെട്ടി അങ്ങോട്ട് നിന്നു. എന്താ നിന്റെ പ്രശ്നം ആമി? എന്തു പ്രശ്നം? ഒന്നും അറിയാത്ത പോലെ സാരി തലപ്പും പിടിച്ച് തിരിച്ചു പറഞ്ഞതും ഒന്നുമില്ലാത്തത് കൊണ്ടാണോ ഇത്രയും നേരം പൊട്ടന്മാരെ പോലെ നിന്നത്? എന്താന്ന് പറയ്. ശബ്ദം എടുത്തുകൊണ്ട് ചോദിച്ചതും നിന്ന് കളിക്കാൻ തുടങ്ങി. അവന്മാരുടെ കാര്യം ഓർത്ത് പേടിച്ചിട്ടാണെന്ന് അറിയാനാണ് ചോദിച്ചത് തന്നെ. ഒന്നുമില്ല, തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും താടിയിൽ പിടിച്ച് പൊന്തിച്ചു. അത് പിന്നെ എന്താ ആമി? ഞാൻ തലയ്ക്ക് കൈ വെച്ചുകൊണ്ട് ചോദിച്ചതും പെട്ടെന്ന് കണ്ണടച്ചോണ്ട് അപ്പോൾ തല്ലുണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ ദേഷ്യം കൊണ്ട് ചുവന്ന് പെട്ടെന്ന് അങ്ങനെ തുടുത്ത് കണ്ടപ്പോൾ പേടിയായിപ്പോയി. ചെകുത്താനെന്ന് അന്ന് വിളിച്ചത് നന്ദു ആദ്യേ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ തനി ചെകുത്താനായി കണ്ടപ്പോൾ ആമി പറഞ്ഞു നിർത്തിയതും എനിക്ക് ചിരി വന്നു. ഇപ്പം ചിരിക്കരുതെന്ന് വിചാരിച്ചെങ്കിലും ആമിയുടെ മുഖം കണ്ടപ്പോൾ ചിരിച്ചു പോയി. ഞാൻ ചിരിക്കുന്നത് കണ്ടതും ആമി കുറച്ചു നേരം എന്നെ നോക്കിയിരുന്നു. പിന്നെ പെട്ടെന്ന് ചുണ്ടു കൂർപ്പിച്ച് മുഖം തിരിച്ചു നിന്നു.
ചിരിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിലും അവള് പറഞ്ഞത് ഓർക്കുമ്പോൾ ചിരിക്കാതിരിക്കാനും പറ്റുന്നില്ല. അതിനെന്താ പെണ്ണെ ഇങ്ങനെ പേടിക്കാൻ? എനിക്ക് പേടിയൊന്നുമില്ല. ഓഹോ, പിന്നെ എന്താണാവോ? പേടിയില്ലെങ്കിൽ അല്ല, പേടിയില്ലാത്ത ആളിങ്ങനെ ഇരിക്കോ? ഓഫ് ഡി. ആമി എൻ്റെ നെഞ്ചിൽ ഒന്ന് കുത്തി പോടോ ചെകുത്താനെ എന്നും പറഞ്ഞ് പോയി. പോയ സ്പീഡ് പോയി സ്ലോ ആയതും ഞാനും ഇറങ്ങി. പ്രിയ മുന്നിൽ തന്നെ ആമീനെ തറപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. അത് കണ്ടതും എൻ്റെ പെണ്ണിനെ പേടിപ്പിക്കാൻ നോക്കിയ എനിക്ക് പറ്റുമോ? ആമിയുടെ തോളിലൂടെ കൈയിട്ട് പ്രിയ അവിടെ ഇല്ലെന്ന മട്ടിൽ പോന്നു. ഞങ്ങൾ പോന്നതും പ്രിയ ചവിട്ട് നാടകമൊക്കെ കളിക്കുന്നുണ്ട്. ഡി പെണ്ണെ, പോയി എനിക്കൊരു ചായ ഇട്ടോണ്ട് വാ. വേണമെങ്കിൽ പോയിട്ടോ. ഡി മര്യാദയ്ക്ക് ചായ കൊണ്ടുവന്നേ. എനിക്കൊന്നും വയ്യ. ഓഹോ, അപ്പം നിനക്ക് പറഞ്ഞ അനുസരിക്കാൻ വയ്യ അല്ലേ? തല്ലാൻ മാത്രമല്ല, അല്ലാതെയും ചെകുത്താനാവാൻ എനിക്കറിയാം. അതും പറഞ്ഞ് അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടതും പെണ്ണ് ഞെട്ടി. ചായ തന്നാ പോരെ, വിട്. അതും പറഞ്ഞ് ആമി എന്നെ തള്ളിയിട്ടോടി. എന്താണ് മോനെ, റൊമാൻസൊക്കെ റൂമിൽ പോരെ? ആദിയുടെ സൗണ്ട് കേട്ടതും ചമ്മൽ മറച്ചു പിടിച്ചോണ്ട് അവനെ നോക്കി. ആദിയുടെ നോട്ടം കണ്ടതും സൈക്കിളിൽ നിന്ന് വീണ ഇളിയും കൊടുത്തോണ്ട് മുങ്ങി. ആമി, ഇന്ന് മുത്തുവിൻ്റെ വിവാഹ വാർഷികമാണല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. എല്ലാവരും കൂടെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ തൊട്ട് വെറുതെ ഇരുന്നിട്ടില്ല. കുടുംബക്കാരൊക്കെ വാതിലും പൂട്ടി ഇറങ്ങിയേക്കാണ്. അതിനിടയിൽ പലരും വന്ന് എന്നെ പരിചയപ്പെട്ടിട്ട് പോയി. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ കൊണ്ടുവരും. എല്ലാവർക്കും ചിരിച്ചു കൊടുത്തോണ്ട് നടന്നു. പിന്നെ അന്ന് മുത്തുവിന് ഒരു വാക്ക് കൊടുത്തോണ്ട് ഇരട്ടി പണിയാണ്. ആരും പറമ്പിലെയൊക്കെ പണിക്കാരെ തട്ടിക്കളിക്കാതെ നോക്കൽ. ഇടയ്ക്കൊക്കെ ഓരോരുത്തർ ഓരോ പണി ചെയ്യാനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എല്ലാവരെയും വലയിലാക്കിയേക്കാണ്. വലയുടെ പിടിവിട്ട് പോകാതെ നോക്കലാണ് എൻ്റെ പ്രധാന പണി. കൂടെ നന്ദുവും അച്ചും ഒക്കെ ഉണ്ട്. അപ്പൂനെയും കൂടെ കൂട്ടിയേക്കാണ്. അവനാകുമ്പോൾ എല്ലായിടത്തും കണ്ണെത്തും. രാവിലെ തൊട്ട് എൻ്റെ ഭർത്തു നല്ല തിരക്കിലാണ്. വെറുതെ ഒന്ന് ഇരിക്കുന്നത് കണ്ടിട്ടേയില്ല. അമ്പലത്തിൽ പോകുമ്പോൾ സെറ്റുമുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ സെറ്റ് സാരിയും അത് കയ്യിലുള്ളത് തന്നെ ഉടുത്തു. മുത്തൂനും ശാരിയമ്മയ്ക്കും മാമൻ എടുത്തു കൊടുത്തതുണ്ട്. ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് ആളുകൾ കൂടുമ്പത്തേനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. ലൈറ്റ് ബ്ലൂ കളർ സാരിയാണ് ഞാൻ ഉടുത്തത്. അതും ഉടുത്ത ഹെയർ വെറുതെ പരത്തിയിട്ടു. എല്ലാം ഒരുക്കം കഴിഞ്ഞ് സിന്ദൂരം തൊടാൻ നിന്നതും പെട്ടെന്ന് ഡോറ് തുറന്ന് ഭർത്തു വന്നു. അപ്പം എന്തോ സിന്ദൂരം ഒറ്റയ്ക്ക് തൊടാൻ തോന്നിയില്ല. സിന്ദൂരച്ചെപ്പ് കയ്യിൽ പിടിച്ച് കണ്ണാടിയിലൂടെ ഭർത്തുവിനെ നോക്കി നിന്നു. ആഗ്രഹിച്ച പോലെ തന്നെ ഭർത്തു വന്ന് സിന്ദൂരം തൊട്ടു തന്നു. സ്വന്തമായി തൊടുന്നതിനേക്കാളും സന്തോഷം അതിൻ്റെ ഉടമ തന്നെ തൊട്ട് തരുന്നതാണല്ലോ. പിന്നെ നേരെ താഴോട്ടേക്ക് പോന്നു. എല്ലാവർക്കും ചിരിച്ചു കൊടുത്തോണ്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ വന്ന് ഇതേതാ പെണ്ണെന്ന് ചോദിച്ചത്. കണ്ടാൽ തന്നെ അറിയാം അഹങ്കാരം പിടിച്ച ഒന്നാണെന്ന്. അപ്പോഴേക്കും അമ്മ വന്നു. ഇതെൻ്റെ മരുമോളാണ്. അമ്മ ചിരിച്ചോണ്ട് എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. എന്താ, രുദ്രന്റെ വിവാഹം കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എന്താ സരസ്വതി, ഞങ്ങളൊന്നും ഇപ്പൊ ആരും അല്ലേ നിങ്ങൾക്ക്? ഒരു വാക്ക് പോലും പറഞ്ഞില്ല കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ പിന്നെ പറയാം. എന്നാലും വല്ലാത്ത ചെയ്ത്തായിപ്പോയി. അതും പറഞ്ഞ് അവര് താടിക്കും കൈയും കൊടുത്ത് നിന്നതും ഞാനൊന്ന് ചിരിച്ചു കൊടുത്തു. എന്നിട്ട് രുദ്രൻ എവിടെ? അവര് അത് ചോദിച്ചതും എൻ്റെ തോളിലൂടെ ഒരു കൈ വന്നു. ഭർത്തു എൻ്റെ സെയിം കളർ ലൈറ്റ് ബ്ലൂ ഷർട്ട് ഇട്ട് നിൽക്കുന്നു. ഒടുക്കത്തെ ചെറുക്കായോണ്ട് ഞാൻ അങ്ങേരെ തന്നെ നോക്കി നിന്നതും ഭർത്തു എൻ്റെ തല പിടിച്ച് തിരിച്ചു. ചമ്മിയത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. അല്ല പിന്നെ. അമ്മ പെട്ടെന്ന് അവരെയും കൊണ്ടുപോയി. അപ്പൊ തന്നെ നന്ദുവും അച്ചു വന്നു. ഏതാടി അവര്? ഏതോ വകയിലൊരു അമ്മായിയാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചതിന് അച്ചു പറഞ്ഞതും ഞാൻ അവളെ ഒന്ന് നോക്കിപ്പോയി.
ഇവൾക്ക് പോലും ഇവിടെയുള്ളവരെയൊക്കെ അറിയ പോലും ഇല്ലല്ലോ. ഇപ്പോഴും തോളിൽ നിന്ന് കൈയെടുക്കാതെ നിൽക്കുന്ന ഭർത്തുവിനെ ഒന്ന് നോക്കിയപ്പോൾ മൂപ്പര് കണ്ണുകൊണ്ട് എന്താന്ന്. ഭർത്തു എന്നെ തന്നെ നോക്കി നിന്നതും ഇമ്മ ചിമ്മാതെ ഞാനും ഭർത്തുവിനെ തന്നെ നോക്കി നിന്നു. ഭർത്തുവിൻ്റെ നോട്ടം സഹിക്കാൻ വയ്യാതെ ഞാൻ തല താഴ്ത്തിയതും പെട്ടെന്ന് എൻ്റെ കവിളിൽ കിസ് ചെയ്തു. പെട്ടെന്നായതുകൊണ്ട് നെഞ്ചിലൂടെ ഒരു ആളലങ്ങ് പോയി. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടതും ഞങ്ങൾ ഞെട്ടി പിടഞ്ഞു മാറി. മുന്നോട്ട് നോക്കിയതും വീണ്ടും ഞെട്ടി.